അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്ത്. നൂറെ ഹബീബിന് മുത്തുമണികളെ, റാഹത്തല്ലേ? അള്ളാഹ് റാഹത്ത് സന്തോഷം അള്ളാഹു നൽകട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു നന്മയിലേക്കാണ് ഇപ്പോൾ നൂറെ ഹബീബിന് മുത്തുമണികൾ കാലെടുത്ത് വെക്കുന്നത്. ഇൻഷാ അള്ളാഹ് ഇപ്പോൾ ഇവരോടൊക്കെ ഞാൻ അഭിപ്രായങ്ങൾ ചോദിച്ചു. അപ്പോൾ ഈ മക്കളെ ഇഫ്ളിൻ്റെ കാര്യം ആയതുകൊണ്ട് അല്ലേ, നിങ്ങളൊക്കെ വളരെ ആക്റ്റീവാണ്. കാരണം കുറച്ച് കുട്ടികളെ അപ്പോൾ നമ്മൾ നൂറെ ഹബീബിനെ മുത്തുമണികളെ പഠിപ്പിക്കാൻ റിഫുൽ കോളേജ് ഇൻഷാ അല്ലാഹ് അതിൻ്റെ സംരംഭത്തിലാണ്. അപ്പോൾ അതിന് നമ്മൾ വിലക്ക് വാങ്ങിയ സ്ഥലം ബിൽഡിങ്ങൊക്കെ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൽ നമുക്ക് പെൺകുട്ടികൾ ആൺകുട്ടികളെയും പാടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഭാവിയിൽ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്. നമ്മൾ വെറുതെ നൂറെ ഹബീബിൻ്റെ സ്ഥലമാണ് ഇത്. ഉമ്മാക്കും പാപ്പാൻ്റെ പേരിൽ ഇഫ്ള് നടത്താൻ വേണ്ടി മുമ്പ് നിശ്ചയിച്ച് തീരുമാനിച്ചു. പിന്നെ നമ്മളതിൽ നിന്ന് ചില സാങ്കേതിക കാരണങ്ങളൊക്കെ പിന്മാറിയതാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മൾ വീണ്ടും ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ കഥ ആണിത്. കാരണം ഞാൻ ഇത് പിന്നെ പാപ്പാൻ്റെ ഉമ്മാൻ്റെ പേരിൽ നടത്താൻ വേണ്ടി വാങ്ങി തന്നെയാണ്. ഇതിൽ ട്രസ്റ്റിൻ്റെ പൈസ ഒന്നും ഇല്ല കേട്ടോ, വാങ്ങിയിട്ടൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ വിലക്ക് സമ്മതത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നല്ലൊരു ഹിഫ്ള് കോളേജ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുടങ്ങാൻ വേണ്ടി അപ്പോൾ സ്ഥലം ഒന്ന് കാണിക്കാം എന്നുള്ള നിയത്തോടു കൂടിയാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ഇപ്പോൾ നമ്മൾ നടന്ന് വന്ന വഴികളാണ്. പിന്നെ ഇതാണിപ്പോൾ നമ്മളെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഹിഫ്ള് കോളേജും, രണ്ടാമത് എത്തി മക്കൾ നൂറെ ഹബീബിന് കുറേ പാവങ്ങളുണ്ട്, ഓല് കൊടുന്ന് താമസിപ്പിക്കാൻ ആഗ്രഹമാണ്. പക്ഷെ ഞാൻ ഭാവിയിൽ എന്ത് ചെയ്യും, അത് നമ്മൾ ഇവിടെ ഇതൊന്നും അവർക്ക് കുട്ടികൾ കളിക്കാൻ ആധുനിക സൗകര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ അവർക്ക് കളിക്കേണ്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്ത് കൊടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിലെ അവസാനത്തെ 10ലാണ് നമ്മളുള്ളത്. പരിശുദ്ധമായ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസം, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അനുഗ്രഹീതമായ 10. ഇപ്പോഴാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാനുള്ള ഒരു സ്ഥാപനം തങ്ങളുടെ കീഴിലായി ഇവിടെ തുടങ്ങുന്ന കാര്യം ചർച്ച ചെയ്യുന്ന ആ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ വളരെ വിശാലമായ ഒരു സ്ഥലമാണ്. വാഹനങ്ങൾ പോകുന്ന പ്രശ്നങ്ങളോ അതുപോലെ തന്നെ മറ്റുള്ള തൊട്ടടുത്ത് വീടുകളുടെ പ്രശ്നങ്ങളോ ഒച്ചയും ബഹളോ ഒന്നുമില്ലാത്ത വിശാലമായി സന്തോഷത്തോട് കൂടെ കുട്ടികൾക്ക് ഖുർആൻ പഠിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ കുട്ടികൾക്ക് ക്യാൻറ്റീൻ സൗകര്യം, അതുപോലെ തന്നെ അവർക്ക് പഠിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ അവർക്ക് കളിക്കാനുള്ള വിശാലമായ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് പാവപ്പെട്ട തങ്ങളുടെ അടുക്കൽ വരുന്ന പ്രിയപ്പെട്ട മക്കളെ, ഉമ്മമാരുടെ മക്കളെ, സഹോദരങ്ങളുടെ മക്കളെ ഇൻഷാ അല്ലാഹ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് പിന്നെ അടുത്ത അധ്യയന വർഷം മുതൽ തന്നെ ഇവിടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് അഡ്മിഷൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ എത്ര കുട്ടികളെയാണ് പിന്നെ ഇവിടെ സ്ഥാപനത്തിലേക്ക് എടുക്കുന്നത് എന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ ഏത് സ്കൂളിലും മദ്രസയിലൊക്കെ ഏത് പ്രായം കഴിഞ്ഞ കുട്ടികളെയാണ് എടുക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായി ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതിൻ്റെ ശേഷം തങ്ങളവറുകൾ പറയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കുട്ടികളെ വളരെ സന്തോഷത്തോടുകൂടെ ആധുനിക സൗകര്യത്തോടുകൂടെ ഉണ്ടാക്കിയ ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പാവപ്പെട്ട ആളുകൾ, സമ്പത്തില്ല എന്നതിൻ്റെ പേരിൽ അങ്ങനത്തെ ഒരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം കുട്ടികളെ പിന്നെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ എല്ലാ സാമ്പത്തിക ഇതും ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പിന്നെ ഭൗതിക പഠനം ഖുർആൻ ഹിഫ്ളാക്കുന്നതോടൊപ്പം സ്കൂൾ പഠനവും സാധ്യമാകുന്ന രൂപത്തിലാണ് ഇവിടെ സജ്ജീകരിക്കാൻ പോകുന്നത്. എല്ലാ ആളുകളും പ്രാർത്ഥനയോടെ കൂടെ ഉണ്ടാകണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതാണ് നമ്മളെ സ്ഥാപനം തുടങ്ങാൻ പോകുന്നത്. ഇതൊന്നും മക്കളെ താമസിപ്പിക്കാൻ അല്ലേ, ഷോറല്ലേ, ഇത് ഹാളാണ്. നമുക്ക് ഭക്ഷണത്തിനുള്ളത് ഈ സ്കൂൾ തുറന്നിട്ട് തുടങ്ങാൻ പറ്റൂലേ? അപ്പൊ ഈ 2 മാസത്തിനുള്ളിൽ നമ്മൾ അഡ്മിഷൻ നമ്മൾ ആരംഭിക്കും. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ചെയ്ത് ഫൈനൽ അതിന്റെ കാര്യങ്ങൾ അഡ്മിഷൻ കമ്മിറ്റി കാര്യങ്ങളൊക്കെ അറിയിക്കും. ഇങ്ങോട്ട് കൊണ്ടുവരും.
ഒരാളെ കൊണ്ട് പിരിച്ചിട്ടല്ല കേട്ടോ. ഇതൊക്കെ അള്ളാഹു നമുക്ക് തരുന്ന നാമത്തിൽ നിന്ന് നമ്മൾ റസിൻ്റെ അമ്മാൻ്റെയും വാപ്പാൻ്റെയും പേരിലാണ് സ്ഥാപനം അറിയപ്പെടുക. പക്ഷെ നൂറെ ഹബിൻ്റെ മുത്തുമണികളാണ്. അതാണ് ധൈര്യം. അതാണ് ഏറ്റവും അള്ളാഹു വിദ്യത്തെ വിജയിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ എന്താ അറിയോ, അപ്പോൾ ഇവിടെയൊക്കെ ആകുമ്പോൾ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ വരും മക്കൾക്കുള്ള. അപ്പോൾ നമ്മളെല്ലാത്തിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഈ വർഷം തന്നെ അധ്യയനം തുടങ്ങുകയാണ്. അന്തരേ നമ്മൾ ഈ വർഷം തന്നെ നമ്മൾ തുടങ്ങുകയാണ് എല്ലാ സൗകര്യം വെച്ചിട്ട്. പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ ഫീസ് വാങ്ങണില്ല. അതൊക്കെ നൂറെ ഹബീബിനെ മുത്തമണികൾ തന്നെ എന്ത് ചെയ്യും, അതിന് ഓലെന്നെ ചെയ്യും. ഒരുപാട് ഇപ്പോൾ കൂടുതൽ പൈസ വരുമ്പോൾ ഞാൻ വാങ്ങലില്ല. അപ്പോൾ നമുക്കൊരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ ഓലെന്നെ എന്ത് ചെയ്തോട്ടെ ചെയ്തോട്ടെ. അപ്പോൾ ഫീസൊന്നും ഇവിടെ ഉണ്ടാവില്ല. നമ്മളിവിടെ പരിശോധിച്ച സമയത്ത് കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യം നല്ല ഉഷാറായിട്ട് ഇവിടെ ഉണ്ട്. ക്യാൻറ്റീൻ സൗകര്യം ഉണ്ട്. അവരുടെ അധ്യാപകർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഓഫീസ് സംവിധാനം ഉണ്ട്. ബാത്റൂമിന്റെ സൗകര്യം ഉണ്ട്. കുട്ടികൾക്ക് വിശാലമായിട്ട് കളിക്കാനുള്ള സംവിധാനം ഉണ്ട്. ചുറ്റുഭാഗത്ത് വീടുകളോ മറ്റു സ്ഥാപനങ്ങളോ റോഡുകളോ വണ്ടിയുടെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു ഏരിയയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാ ആളുകളും തിരഞ്ഞെടുക്കല്. അപ്പൊ അതൊക്കെ ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു ബിൽഡിങ്ങിന്റെ ആവശ്യം പേർക്ക് ഒരുമിച്ച് ഇരുന്ന് പിന്നെ ഓതാനുള്ള ഒരു വിശാലമായ വിട്ടിട്ട് ഹോസ്റ്റലിന്റെ അവിടുന്നും ക്യാൻറ്റീനിന്റെ അവിടുന്നൊക്കെ വിട്ട് പോലും ഒറ്റയ്ക്ക് ഇരുന്ന് ഓതാനുള്ള ഒരു സംവിധാനം മാത്രമാണ്. അത് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അതിന്റെ നമുക്ക് കിട്ടാത്ത അറിവ് നമ്മളെ മക്കൾക്ക് കിട്ടട്ടെ. ലൈവിലൊക്കെ പറയും ഞാൻ ഖുർആൻ ഓതാൻ അറിയില്ല, ഞാൻ അതിന് പ്രായശ്ചിത്തമായിട്ട് ഒരുപാട് മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ നമുക്ക് വന്നൊരവസ്ഥ ഇന്ന് പല ആളുകൾ തെറി പറയുന്നുണ്ടല്ലോ, അത് മറ്റുള്ള മക്കൾക്ക് എന്ത് ചെയ്യാൻ കേൾക്കാൻ വരുന്നത് കേൾക്കേണ്ട അവസ്ഥ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷമുള്ള ഒരു കാര്യം അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് ഹാമിദ് ആറ്റുകോയ തങ്ങളുടെ മേലേക്കോട് കടവറുടെ നേതൃത്വത്തിൽ സാധാരണക്കാരായ നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ഖുർആൻ ഹിഫ്ള് കോളേജ് അദ്ദേഹം ആരംഭിക്കുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. കേരളത്തിലെ അകത്തും പുറത്തും ഒട്ടേറെ ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായും മറ്റെല്ലാ നിലയിലും ഏറെ സപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ ഈ ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ദീനീ രംഗത്ത് മരണപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ സ്മരണാർത്ഥം ഒരു ഹിഫ്ള് കോളേജ് തുടങ്ങുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് ദീനീ പഠനത്തോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഖുർആൻ ഹിഫ്ള് കോളേജ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു സ്ഥാപനം ആരംഭിക്കുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. വളരെ വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസ് അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ദീനീ രംഗത്ത് അത് വലിയൊരു മുന്നേറ്റമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പരിസരത്ത് നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്നും അതുപോലെ തന്നെ വനിതാ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് തീർച്ചയായിട്ടും വലിയ സ്ഥാപനങ്ങളോ സംരംഭങ്ങളോ ഒന്നും തീർച്ചയായിട്ടും ഇല്ല. ആ അർത്ഥത്തിൽ നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിന് അതോടൊപ്പം തന്നെ ദീനീ ദേവത്തിന് കൂടിയുള്ള ഒരു മഹൽ സംരംഭമായി ഇത് മാറും എന്നുള്ള ഒരു തികഞ്ഞ പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും ഉള്ളത്. അങ്ങനെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനെ നമുക്ക് നമ്മുടെ പ്രസിഡന്റാണ്, നമ്മൾ പഞ്ചായത്തിലെ പ്രസിഡന്റാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കാരണം നമ്മളൊക്കെ വിളിച്ചപ്പോൾ ഓടി വന്ന് ഇങ്ങനത്തെ സംരംഭം തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം സന്തോഷം പറഞ്ഞ മൂപ്പര. അള്ളാഹു മൂപ്പര നമുക്ക് പ്രാർത്ഥന വേണം, മാത്രം പോരാ, എല്ലാവരും സഹായ സഹകരണം വേണം. പിന്നെ നൂറെ ഹബീബിൻ്റെ മുത്തുമണികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് കുട്ടികളാണ്, ഭാവിയിൽ ഒരുപാട് കുട്ടികളെ കൊണ്ടിട്ട് പഠിപ്പിക്കാനുള്ള ഭാഗ്യം ഉള്ള സ്ഥലമൊക്കെ അള്ളാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും.